ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫ്ലേവർ ഗുരു. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള മലായി ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലോട്ട് പാകത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ വീതം അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു 7 മീഡിയം സൈസ് സബോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലോട്ട് ഒരു 20ഓളം കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാഷ്യൂ കുതിർത്തതിന് ശേഷം അരച്ചെടുത്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ സവാളയുടെ കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാഷ്യൂ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതേ സവോളയും കാഷ്യൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അതിന് ശേഷം മിക്സിയുടെ ബ്ലെൻഡറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ. സവോളയും കാഷ്യൊക്കെ നമ്മൾ കുക്ക് ചെയ്തെടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് അരഞ്ഞ് കിട്ടും കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ അളവിൽ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ ഞാനൊരു 1/4 കപ്പ് പുളിയില്ലാത്ത തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇനി ഈ അരപ്പൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ മിൽമയുടെ സാധാ നെയ്യ് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ നെയ്യൊന്ന് മെൽട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കതിലോട്ട് മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ ഒന്ന് ചേർത്ത് ചെറുതായിട്ടൊന്ന് അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു ചിക്കൻ നെയ്ക്കകത്ത് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതേ ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു ഒണിയൻ പേസ്റ്റ് ഉണ്ടല്ലോ, നമുക്കത് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ഗ്രേവി ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമുക്ക് ഏലക്ക പൊടിച്ചത് കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം എരിവിൻ്റെ ആ ഒരു അളവ് അനുസരിച്ചിട്ട് വൈറ്റ് പെപ്പറും ബ്ലാക്ക് പെപ്പറും നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളതെന്ന് വെച്ചാൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വൈറ്റ് പെപ്പർ ആകുമ്പോൾ കറിക്ക് കുറച്ചുകൂടെ ഒരു വൈറ്റ് കളറായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ വൈറ്റ് പെപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലാക്ക് പെപ്പറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതേ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സവോള അരച്ചെടുത്തുകൊണ്ട് തന്നെ അതുപോലെ തന്നെ കാഷ്യും കൂടെ അരച്ചെടുത്തുകൊണ്ട് തന്നെ കറി നല്ല തിക്ക് ഫോമിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ചിക്കൻ വെന്തോന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഈ ഒരു കറിയിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. ഫ്രഷ് ക്രീമിൻ്റെ അതിൻ്റേതായിട്ടുള്ള ഒരു ഫ്ലേവർ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്രഷ് ക്രീമാണ് നമുക്ക് ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ തരുന്നത്. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് കസൂരി മേത്തി കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നോർത്ത് ഇന്ത്യൻ കറികളിലൊക്കെ കസൂരി മേത്തി കൂടെ നമ്മൾ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതേ മലായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്ക് റൊട്ടിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും അതുപോലെ തന്നെ ഏതൊരു റൈസിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡെലീഷ്യസ് ആയിട്ടുള്ള കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുമാത്രമല്ല ഈ ഒരു വീഡിയോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പാർട്ടികളിലൊക്കെ ഈ ഒരു കറി നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് ഇതൊന്ന് വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രഷ് ക്രീമും മല്ലിയിലയും അതുപോലെ തന്നെ കസൂരി മേത്തിയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.